മാർക്കറ്റിൽ നിന്ന് കോട്ടയുടെ സമീപത്തേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ മുകളിലായി കോട്ട കാണാം. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യുവാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെയില്ല. വഴിയരികിലൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് കോട്ടയിലേക്കുള്ള എൻട്രൻസ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ കോട്ട. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് സന്ദർശക സമയം. 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ടിക്കറ്റ് എടുക്കാൻ ഐഡന്റിറ്റി പ്രൂഫ് കയ്യിൽ കരുതുക. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. ഏകദേശം 200ഓളം പടികൾ കയറണം. പാറയിൽ വെട്ടിയെടുത്തിരിക്കുന്ന ഈ പടികൾ പലയിടത്തും അല്പം മുമ്പോട്ട് ചെരിഞ്ഞാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കയറണം, മഴയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ആവശ്യത്തിന് വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. താഴെ ഒരു ക്ഷേത്രവും കുളവും കോർപ്പറേഷൻ വക പാർക്കും ഒക്കെയുണ്ട്. മുകളിലെത്തുമ്പോൾ അതൊക്കെ നന്നായി കാണാം. നൂറ്റാണ്ടുകളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ തേയ്മാനം ഈ പടികൾക്കുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു നടക്കണം. നമ്മൾ കയറ്റം തുടരുകയാണ്. ഇടയ്ക്കിടെ വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ സൈഡിലായി കാണാം. 1605 മധുരൈ നായ്ക്ക രാജവംശത്തിലെ മുത്തുകൃഷ്ണപ്പ നായ്ക്കർ എന്ന രാജാവാണ് ഈ മലയിലും അടിവാരത്തും കോട്ടകൾ സ്ഥാപിച്ചത്. അതിനു 300 വർഷത്തോളം മുമ്പ് പാണ്ഡ്യ രാജവംശത്തിലെ ചടയവർമ്മ കുലശേഖര പാണ്ഡ്യൻ എന്ന രാജാവ് മലമുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. അന്ന് ഇതൊരു ശൈവ ക്ഷേത്രമായിരുന്നുവെങ്കിലും പിന്നീട് നായ്ക്കർ കാലത്ത് ഇത് അമ്മൻ കോവിലായി മാറ്റപ്പെട്ടു. കാലക്രമേണ ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം താഴെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. പണ്ട് ക്ഷേത്രത്തിനുള്ളിൽ തിരുമല നായ്ക്കരുടെ ഒരു ശില്പം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. തിണ്ടിലിരിക്കുന്ന കല്ല് എന്ന പേരിൽ നിന്നുമാണ് ഡിണ്ടിക്കൽ എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. തിണ്ടിചരം എന്നൊരു പേരിലും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. പടികളുടെ വശങ്ങളിലായി ഇടയ്ക്കിടെ ഇതുപോലെയുള്ള ഹോളുകൾ കോർക്കട്ടു ചെയ്തിട്ടുണ്ട്. കൈവരികൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയാണിത്. നമ്മൾ കോട്ടയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാന കവാടം. പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഈ കതകുകൾക്ക് 300 വർഷങ്ങൾക്കപ്പുറം പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. നിരവധി കടന്നുകയറ്റങ്ങളും പടിയിറക്കങ്ങളും ഒക്കെ നടന്നത് ഇതുവഴിയാണ്. പ്രധാന കവാടത്തോട് ചേർന്നു തന്നെ ഇരുവശത്തും പഴയ സെക്യൂരിറ്റി പോസ്റ്റുകൾ കാണാം. അക്കാലത്ത് ഈ കോട്ടവാതിലുകൾ കടന്ന് ഉള്ളിൽ കയറുക എന്നത് അത്ര നിസാര കാര്യമായിരുന്നില്ല എന്നോർക്കണം. ഒന്നുകിൽ വന്ന് ആനയിച്ചുകൊണ്ടു പോകും, ഇല്ലെങ്കിൽ തല പോകും. വീണ്ടും ഒരു കവാടം കടന്നാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. കോട്ടയ്ക്കകത്ത് കയറിയപ്പോൾ മുതൽ ഒരു നായ വഴികാട്ടിയായി നമ്മോടൊപ്പം കൂടിയിട്ടുണ്ട്. പട്ടാളക്കാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ താമസിച്ചിരുന്ന സംവിധാനങ്ങളാണ് ഇരുവശങ്ങളിലുമായി കാണുന്നത്. സൈനികർക്ക് താമസിക്കുവാനും ആയുധങ്ങൾ സൂക്ഷിക്കുവാനുമൊക്കെയായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഗുഹാസമാനമായ ഈ പാതാള അറകൾ മൊത്തം 41 എണ്ണമുണ്ട്. ഒരു ലെയർ അറയിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ നന്നായി കുനിഞ്ഞ് ഇറങ്ങേണ്ടതുണ്ട്. ഒരു കുഴൽ പോലെ താഴേക്ക് കുനിഞ്ഞ് കടക്കേണ്ട ഗുഹയിലൂടെ വെളിയിൽ നിന്ന് പെട്ടെന്ന് പ്രവേശിക്കുക എളുപ്പമല്ല. എന്നാൽ ഉള്ളിലുള്ള പട്ടാളക്കാർക്ക് വെളിയിലേക്ക് അനായാസമായി കടക്കുകയും ചെയ്യാം. ശത്രുക്കളെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളാണ്. ഒറ്റ അറയാണെന്ന് കരുതി ഉള്ളിലേക്ക് വരുന്ന ശത്രുക്കൾ ആകപ്പാടെ ചുറ്റിപ്പോകും. ഉൾഭാഗത്തേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞും വരും. മാത്രമല്ല, ഒരു തട്ടിൽ നിന്ന് 2 അടി പൊക്ക വ്യത്യാസത്തിലാണ് അടുത്ത തറ പണിതിരിക്കുന്നത്. ഉള്ളറകളിൽ എത്തിപ്പെടുന്ന ശത്രു സൈന്യത്തിന് അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഇവയുടെ മുകളിൽ എയർ ഹോളുകളുണ്ട്.
ഇതിലൂടെ ഉള്ളിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ ദിശ നോക്കി സമയവും കണക്കുകൂട്ടാം. അക്കാലത്തെ സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ. പാതാള അറകളിൽ നിന്ന് കോട്ടയുടെ അകത്തേക്കുള്ള വാതിലുകൾ നല്ല ഘനമുള്ളതും ബലവത്തുമാണ്. എന്നാൽ നമ്മൾ ക്യാമറയുമായി ഇതിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഉള്ളറകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന യുവമിഥുനങ്ങൾക്ക് അന്നത്തെ പട്ടാളക്കാരെക്കാളും ഇതിനുള്ളിലെ നിഗൂഢ വഴികൾ നിശ്ചയമാണെന്ന് തോന്നുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ താമസ സ്ഥലങ്ങളായിരുന്നു കോട്ടയുടെ കവാടവും ഡിണ്ടിക്കൽ നഗരപ്രദേശങ്ങളും. ഡിണ്ടിക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരം വരും കോട്ടയുടെ അടിവാരത്തേക്ക്. പളനി ബസ്സിൽ കയറി മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു പോകാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചാലും മതി. അതുമല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൂടെ പോകുന്ന പളനി റോഡിലൂടെ നേരെ ഒറ്റ വഴിയിൽ നടന്ന് മാർക്കറ്റിനുള്ളിലൂടെ കയറി ഇറങ്ങിയാൽ കോട്ടയിലേക്കുള്ള വഴി കാണാം. കുറെ ദൂരെ നിന്നേ കോട്ട കാണാൻ പറ്റുമെന്നതിനാൽ വഴി തെറ്റുകയില്ല. നമ്മൾ കണ്ട പാതാള അറകളാണത്. കോട്ട മതിലുകളൊക്കെ കാണാം. ചെറിയൊരു തടയണ നിർമ്മിച്ചിരിക്കുന്നു. മുകളിൽ ഒരു കാവൽ സംവിധാനവും ഒരു ആൽമരവും കാണുന്നുണ്ട്. പീരങ്കിമേട് എന്നാണ് അവിടം അറിയപ്പെടുന്നത്. ആൽമരത്തിൽ നിറയെ പരുന്തുകൾ വിശ്രമിക്കുന്നു. വലിയ പരുന്തുകളാണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവയെല്ലാം പറന്നു പോകും. അവയെ പേടിക്കേണ്ടതില്ല. പാറയിൽ വേറെ ഒരു ചെറിയ മരവും വളർന്നു നിൽക്കുന്നു. വീണ്ടും നമ്മൾ മുകളിലേക്ക് നീങ്ങുകയാണ്. ദൂരെ മുകളിൽ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് കാണുന്നത്. വലിയ ആൽമരത്തിന് താഴെയായി വലിയൊരു കുളം, നിറയെ വെള്ളവും, അരികിൽ പീരങ്കിമേടും. തമിഴകത്തെ നിരവധി നിർണായക ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ദൃക്സാക്ഷിയായ പുരാതന നഗരമാണ് ഡിണ്ടിക്കൽ. പല സാമ്രാജ്യങ്ങളുടെയും വാഴ്ചകളും വീഴ്ചകളും ഒക്കെ കണ്ട നഗരം. ചേരനാടായ കേരളത്തിനും ചോളനാടായ തിരുച്ചിറപ്പള്ളിക്കും പാണ്ഡ്യനാടായ മധുരയ്ക്കും മധ്യേ കിടക്കുന്ന ഭൂപ്രദേശമാണ് ഡിണ്ടിക്കൽ. ഈ 3 നാടുകളിലും ഉണ്ടായിക്കൊണ്ടിരുന്ന തർക്കങ്ങൾക്കും കലാപങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കാൻ പോർക്കളമായി മാറിയിരുന്നത് ഡിണ്ടിക്കലിന്റെ മണ്ണാണ്. ഒരു കാലത്ത് വാളും വേലും പോർവിളികളും നിറഞ്ഞു നിന്ന വീര്യത്തിന്റെ വിളനിലമായിരുന്നു ഡിണ്ടിക്കൽ. അക്കാലത്ത് 3 സാമ്രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഇരുകരങ്ങളും കൂപ്പി മണ്ണിൽ മുത്തമിട്ട് വണങ്ങി മാത്രമേ ഡിണ്ടിക്കലിന്റെ മണ്ണിലേക്ക് കാൽ വയ്ക്കുമായിരുന്നുള്ളൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും നിയന്ത്രിക്കുന്നതിലും നിലനിർത്തുന്നതിലും അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ ഭൂപ്രദേശത്തിന്. ചോള, ചേര, പാണ്ഡ്യ, മൈസൂർ രാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഒക്കെ രണവീര്യം സംവഹിച്ചിരുന്ന ചരിത്രമുറങ്ങുന്ന പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ പീരങ്കിമേട്ടിലെത്തി. പീരങ്കികളൊക്കെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചവയാണ്. 250 അടി ദൂരെ വരെ, അതായത് ആ കോട്ടവാതിൽക്കൽ വരെ പീരങ്കിയുണ്ടകൾ ചിതറിത്തെറിപ്പിക്കുവാൻ ഇവയ്ക്ക് ശേഷിയുണ്ടായിരുന്നു. പീരങ്കികൾക്കുള്ളിൽ ഇപ്പോഴും വെടിയുണ്ടകളും ഉണ്ട്. തീ കൊടുക്കുന്ന സ്ഥലം. തകർന്ന പീരങ്കികളും കാണാം. കോട്ടയിലെ തന്നെ ഏറ്റവും നിരീക്ഷണ പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഈ പീരങ്കിമേട് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് രാജഭരണത്തിന്റെയും അധികാരത്തിന്റെയും എല്ലാ പ്രൗഢിയോടും നിലനിന്നിരുന്ന കോട്ടയാണിത്. അന്ന് ഇതിനുള്ളിലൂടെ ഇങ്ങനെയെങ്ങാനും നടന്നിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. പീരങ്കിമേടിന് മുകളിലായും മറ്റൊരു കുളമുണ്ട്. ഇതും വലിയ കുളമാണ്. ആൽമരത്തിന്റെ വേരുകളൊക്കെ കുളത്തിലേക്ക് വളർന്നിരിക്കുന്നു. കുളത്തിന്റെ മതിലിലൊക്കെ ആധുനിക ശില്പികൾ തങ്ങളുടെ പേരുകൾ കൊത്തിയിരിക്കുന്നു. ആൽമരത്തിന് ഏതായാലും വെള്ളത്തിന് പഞ്ഞമില്ല. നമുക്ക് ക്ഷേത്രമിരിക്കുന്ന കുന്നിലേക്ക് പോകാം. പടികളൊക്കെ സൂക്ഷിച്ചു കയറണം. മുകളിൽ നിന്ന് തെന്നി വീണാൽ എങ്ങനെയിരിക്കുമെന്ന് ഓർക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യത്തെ വീരാംഗന എന്നറിയപ്പെടുന്ന ശിവഗംഗ റാണി വേലു നാച്ചിയാർ ഒരിക്കൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സൈന്യവുമായി ഡിണ്ടിഗൽ കോട്ടയിലെത്തുകയും വിരൂപാക്ഷിപാളയം ഗോപാല നായ്ക്കരുടെ അഭ്യർത്ഥന മാനിച്ച് ഹൈദരാലി രാഷ്ട്രീയ അഭയം നൽകുകയും ചെയ്തു. അങ്ങനെ 8 വർഷം കോട്ടയിൽ താമസിച്ച് റാണിയും സൈന്യവും വിദഗ്ധ യുദ്ധമുറകൾ അഭ്യസിക്കുകയും തുടർന്ന് വീണ്ടും യുദ്ധം ചെയ്ത് ശിവഗംഗ പ്രദേശം വീണ്ടെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇങ്ങനെയൊരു ചരിത്രവും ഈ കോട്ടയ്ക്കുണ്ട്. നമ്മുടെ നായ സുഹൃത്ത് വഴികാട്ടി മുൻപേ പോകുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിലേക്ക് കയറി പോകുന്നത് പോലെ തോന്നും. കടൽ നിരപ്പിൽ നിന്ന് 900 അടിയും തറനിരപ്പിൽ നിന്ന് 300 അടിയുമാണ് ഈ മലയുടെ ഉയരം.
ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻപിൽ മനോഹരമായ ഒരു മണ്ഡപം. ഇങ്ങനെയൊന്ന് ഇതിന്റെ മുകളിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. ക്ഷേത്രത്തിനുള്ളിൽ വിസ്മയകരമായ ശിലാനിർമ്മിതികളാണ്. കൊട്ടാരങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ശില്പഭംഗി. ശ്രീകോവിലാണ് അവസാനം കാണുന്നത്. ഇപ്പോഴവിടെ പ്രതിഷ്ഠകളൊന്നുമില്ല. ഈ മലയുടെ മുകളിൽ ഇതൊരു അത്ഭുത നിർമ്മിതിയാണ്. കൽത്തൂണിലെ കൊത്തുപണികൾ നോക്കുക. മച്ചിൽ നവഗ്രഹങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. തൂണുകളിലെല്ലാം ശില്പങ്ങളും ചിത്രപ്പണികളും ചെയ്തിരിക്കുന്നു. നമ്മുടെ നായ സുഹൃത്ത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. മണ്ഡപത്തിന്റെ മുൻഭാഗത്തായി നിലത്ത് പാറയിൽ കുതിരകളെ കെട്ടിയിടാൻ നിർമ്മിച്ചിരുന്ന സംവിധാനങ്ങൾ നോക്കുക. അല്ലാതെ പാറയിൽ കുറ്റിയടിക്കാൻ പറ്റില്ലല്ലോ. ശ്രീകോവിലുകളുടെ മുകളിലത്തെ വിമാനങ്ങളുടെയൊക്കെ ശില്പഭംഗി നോക്കുക. ക്ഷേത്രം മാത്രമല്ലിവിടെ, മറ്റ് നിരവധി മണ്ഡപങ്ങളും എടുപ്പുകളും അറകളുമൊക്കെ ഇവിടെയുണ്ട്. ഇതൊരു 16 മണ്ഡപമാണ്. വരുന്നവർക്ക് വിശ്രമിക്കുന്നതിനും ക്ഷേത്ര സംബന്ധമായ ഒത്തുകൂടലുകൾക്കുമൊക്കെ നിർമ്മിച്ചതാവണം. തകർന്നു കിടക്കുന്ന അറകളുമുണ്ട്. ഇതൊക്കെ ഉപക്ഷേത്രങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. ചിത്രത്തൂണുകളൊക്കെ ശില്പങ്ങൾ തന്നെയാണ്. വലിയ കരിങ്കൽപ്പാളികളാണിതൊക്കെ. പ്രധാന ക്ഷേത്രത്തിന്റെ വാതിലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് മിക്കവാറും യുവമിഥുനങ്ങളെ പേടിച്ചാവും. എല്ലാം ഇരട്ടക്കൽ തൂണുകളാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഡിണ്ടിക്കൽ നഗരത്തിന്റെ അതിവിശാലമായ കാഴ്ച ഇതാണ്. മലയുടെ താഴെ കോട്ടയുടെ ഭാഗങ്ങൾ കാണാം. ദൂരെ സിരുമലൈ നിരകൾ, അതിനുമപ്പുറം മധുരയാണ്. താഴെ ആ വണ്ടികൾ പോകുന്ന വഴിയിൽ വെച്ചാണ് ആദ്യമായി ഈ മലൈക്കോട്ട ദാ ഇങ്ങനെ കണ്ടത്. വീണ്ടും കോവിലിലേക്ക്. കോവിലിന്റെ പുറകു ഭാഗത്തു നിന്നുമുള്ള കാഴ്ചകൾ നോക്കാം. താഴെ തടാകങ്ങളും കൃഷിസ്ഥലങ്ങളും ഹൈവേയും ഒക്കെ കാണാം. ചെറിയൊരു ക്ഷേത്രവും കുളവുമൊക്കെയുണ്ട്. നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ. കോട്ടയുടെ മറ്റൊരു നിരീക്ഷണ കേന്ദ്രം. നമ്മുടെ സുഹൃത്ത് ഉള്ള തണലിൽ വിശ്രമിക്കുന്നു. ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ മതിൽക്കെട്ട്. കോവിലിനുള്ളിൽ നിന്നുള്ള സീവേജ് സിസ്റ്റമാണ്. ചുടുകട്ടകൾ കൊണ്ടുള്ള ഏതോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. പുറത്തെ നടപ്പന്തൽ പോലെ എന്തോ ആയിരിക്കണം. താഴെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കോട്ടയുടെ കാഴ്ചയാണ്. നമ്മൾ അവിടേക്കാണ് ഇനി ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ കയറി വന്ന വഴിയിലൂടെ മാത്രമേ ഇറങ്ങിപ്പോകാൻ മാർഗമുള്ളൂ. തിരികെ വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറങ്ങുമ്പോഴാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. മുമ്പോട്ട് ചെരിവുള്ള മിനുസം വന്ന പടികളാണ്. അങ്ങോട്ടാണ് പോകേണ്ടത്. ഇറക്കം തുടങ്ങി. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. കൈവരികളൊന്ന് പിടിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. താഴെ നിരപ്പുള്ള ഒരിടത്തെത്തി. മേൽക്കൂരയൊക്കെ തകർന്നൊരു കെട്ടിടം. ചുടുകട്ടയിലുള്ള നിർമ്മാണങ്ങളൊക്കെ ബ്രിട്ടീഷ് കാലത്തേതാണ്. ഇതാണ് ഇറങ്ങി വന്ന വഴി. ആ കരിങ്കല്ല് കവാടം കടന്നു പോകണം. കോട്ടയുടെ ഒരു പ്രധാന വാച്ച് ടവർ ആണ് അവിടെ. ഗുഹ പോലെ ഒരു അറ താഴെ കാണാം. കാവൽക്കാരന് വാച്ച് ടവർ നിരീക്ഷിക്കുവാനുള്ള സംവിധാനമാണ്. ഒരാൾക്ക് മാത്രം നിൽക്കാവുന്ന ഇതിൽ 3 വശത്തേക്കും നിരീക്ഷണ ദ്വാരങ്ങളുണ്ട്.
ഇത്രയേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ സന്ദർശകരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഈ വീഡിയോ കാണുന്നവർ വിചാരിച്ചേക്കാം. ഒരു 50 പേരെങ്കിലും ഇപ്പോഴിതിന്റെ മുകളിലുണ്ട്. അവരെ നമ്മുടെ ഫ്രെയിമുകളിൽ പെടാതെ നോക്കിയതാണ്. അവരിൽ പലരും കാതൽ ജോഡികൾ മാത്രമല്ല, നല്ല ഒളിമ്പിക്സ് ഓട്ടക്കാരും കൂടിയാണ്. കോട്ടയിൽ രാജാവില്ലാത്തത് അവരുടെ ഭാഗ്യം. നല്ല ഘനത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഒരു സെമിത്തേരിയും പിന്നെ ജനവാസ മേഖലകളുമാണ്. കോട്ടയുടെ കുത്തനെയുള്ള ഭാഗമാണിവിടം. നമ്മളിപ്പോൾ നടന്നു വന്ന വഴികളാണ്. കോട്ട മതിലിനോട് ചേർന്ന് കാട് പിടിച്ചു കാണുന്നത് ജയിലറകളാണ്. ഓരോ കാലത്തെയും രാജാക്കന്മാർ അവരുടെ ശത്രുക്കളെ തുറുങ്കിലിട്ടിരുന്ന ഇടം. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അകത്തു കിടന്നവർ അക്കാലത്തെ രാജ്യസ്നേഹികളായിരുന്നു എന്നും ഓർക്കണം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിനുള്ളിൽ കിടന്നിരുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇത്തരം ജയിലുകൾ ധാരാളമുണ്ട് ഈ പരിസരത്ത്. മറ്റൊരു നിരീക്ഷണ ടവറാണ്. താഴെ മറ്റൊരു വലിയ കുളം കാണാം. ഇതാണ് ഈ കോട്ടയ്ക്ക് മുകളിലുള്ള ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കുളം. ഇത് രാജകീയ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. വേലിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇറങ്ങാൻ പടവുകളും ഉണ്ടായിരുന്നു. ഇതിനരികിൽ ചെറിയൊരു മരക്കൂട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട തരത്തിലുള്ള പാതാള അറകളാണ്. കാട് പിടിച്ചു കിടക്കുന്നു. മുകളിൽ കാണുന്ന കുഴലുകൾ എയർ ഹോളുകളാണ്. ആ കെട്ടിടത്തിന്റെ മുകളിലെ വലിയ ജനാല കണ്ടിട്ട് അതൊരു കിച്ചൺ ആവാനാണ് സാധ്യത. ഇത് ആദ്യം നമ്മൾ കയറി കണ്ട പാതാള അറകളുടെ മറ്റൊരു ഭാഗമാണ്. ഇവയുടെയൊക്കെ മുകൾ ഭാഗം ഇങ്ങനെയിരിക്കും. വെള്ളം ഒരു വശത്തേക്ക് ഒഴുകി പോകുന്ന തരത്തിലാണ്. ഇതാണ് എയർ ഹോൾ. ഇതിനു മുകളിൽ മൂടി ഉണ്ടായിരുന്നിരിക്കണം. ഈ ഭാഗത്ത് പാതാള അറകൾ മണ്ണിനടിയിലാണ്. ഇവിടുത്തെ മണ്ണ് എടുത്തു മാറ്റിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കോട്ടയുടെ താഴെയുള്ള ക്ഷേത്രവും കുളവും 5 അടിയോളം ഘനത്തിലാണ് കോട്ടമതിൽ തീർത്തിരിക്കുന്നത്. നമ്മൾ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനു മുമ്പ് പ്രധാന കവാടത്തിന് സമീപമുള്ള നിരീക്ഷണ ഗോപുരത്തിൽ ഒന്ന് കയറാം. പണ്ട് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ എല്ലാം യുദ്ധതന്ത്ര പ്രധാനമായ പ്രദേശമായിരുന്നു ഇവിടം. 2000 വർഷം മുമ്പ് കരിങ്കാല ചോളൻ പാണ്ഡ്യരിൽ നിന്ന് ഈ പ്രദേശം പിടിച്ചെടുത്തു. 6-ാം നൂറ്റാണ്ടിൽ പല നാട്ടുരാജാക്കന്മാരും ഇവിടം കൈക്കലാക്കി. 9-ാം നൂറ്റാണ്ടിൽ വീണ്ടും ചോഴർ, 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യർ. അക്കാലത്താണ് മലമുകളിൽ ക്ഷേത്രം പണിതത്. 1950-ൽ ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കയ്യിലാവുകയും അവർ കോട്ടയെ വിപുലപ്പെടുത്തുകയും ചെയ്തു. 1605-ൽ മധുര നായക സാമ്രാജ്യത്തിലെ മുത്തുകൃഷ്ണപ്പ നായക് മലമുകളിലും താഴെയും കോട്ടകൾ നിർമ്മിച്ചു. 1742-ൽ വെങ്കട്ടരായരുടെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം കോട്ട പിടിച്ചെടുത്തു. പിന്നീടത് മൈസൂർ രാജാവിന്റെ കൈകളിലായിരുന്നു. 1755-ൽ ഹൈദരാലി ഡിണ്ടിക്കൽ കോട്ടയിലെത്തുകയും ദീർഘകാലം ഭരണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലാണിത് മുഖ്യമായും ഇപ്പോഴും അറിയപ്പെടുന്നത്. 1788-ൽ ടിപ്പു ഇതിന്റെ ഭരണാധികാരിയായി വാഴിക്കപ്പെട്ടു. 1792-ൽ ഇത് ബ്രിട്ടീഷുകാർക്ക് അധീനമാക്കപ്പെട്ടു. അന്നു മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. ബ്രിട്ടീഷുകാരാണ് കോട്ടയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രധാനപ്പെട്ട പല നിർമ്മിതികളും നടത്തിയതും. നായ സുഹൃത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ മടങ്ങുകയാണ്.